വേണമെങ്കിൽ നിന്റെ അച്ഛനോട് പോയപ്പോഴേ. അതെ, അച്ഛക്ക് പണിയൊന്നും ഇല്ലാത്തോണ്ട് കൈ കാശില്ല. ഇത്തിരി താ ആന്റി. അപ്പോ നീ എന്നെ കൊണ്ട് വടിയെടുപ്പിക്കരുത്. വീട്ടിലേക്ക് പോയിക്കോ. ഇല്ല, എനിക്കും ചിക്കൻ വേണം. നിനക്ക് ഞാനിന്ന് ഞാൻ നാളെ പൊങ്ങെടുത്ത് ഇറങ്ങാൻ പോണേണ്. നീ വന്നോണ്ടാ? നീ അങ്ങോട്ട് ചെന്നുകൂടെ? ഒരു അറിയിപ്പുണ്ടാകണ ഒരു കടലിൽ പോകരുത് പറഞ്ഞേക്കുമല്ലേ എന്ന് പറഞ്ഞാ ഒക്കുക. 10 പൈസ ഇല്ല കയ്യിൽ. ചെറുക്കൻ ഉണക്കമീനും ചോറും തിന്ന് മടുത്തെന്ന്. ചിക്കൻ വേണോന്ന്. അത് പറഞ്ഞപ്പോഴാ അവരുടെ രാവിലെ ഒരു മുഴുത്ത കുഴനെ കൊണ്ട് പോണ കണ്ടായിരുന്നു. നാടനാ. അവൻ ആ കുഞ്ഞപ്പൻ മേച്ചരുടെ കൂടെ പണിക്ക് പോകണ്ടെന്നാണ് തോന്നണത്. സിമെന്റ് അലയ്ക്ക് അലർജിയാണല്ല. അല്ല ഞാനും പോയാനെ. എന്നാ പറ്റി മകാന്? എന്താ കരയണത് നീ? അതെ, ഇപ്പൊ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സൗകര്യമില്ല കേട്ടെ. പോയിട്ട് പിന്നെ കേട്ടാ. എടാ നാറി, ഒരു ചട്ടിന്ന് ചോറും കൂട്ടാനും കഴിച്ചല്ലേടാ നമ്മ വളർന്നത്. നിന്റെ പഴംപരാണോന്ന് എനിക്ക് കേക്കണ്ട കേട്ടാ. ഞാൻ പറയൂടാ, പുറം പണിക്ക് പോയി നീ കൊറേ കാശുണ്ടാക്കിയപ്പേ തുറയും തുറക്കാരെയൊക്കെ നീ മറന്ന്. കടലമ്മ കാണണുണ്ട്. േടാ, എന്റെ കയ്യിൽ കാശുണ്ട്. അതിന് നിനക്കെന്താ? ഇന്ന് ചിലക്ക ചെക്കനെ വിളിച്ചോണ്ട് വീട്ടിൽ പോടാ. അവിടെ നമ്മളൊരു വള്ളത്തിൽ കടലിൽ പോയവരാ. ഇല്ലടാ, അവരെ കടലിൽ പോകാൻ നിർത്തി. ഇനി ഒരുത്തൻ്റെയും വള്ളത്തേല് അവരെ വരികയല്ല. ഞങ്ങൾ ഈ തുറയും തന്നെ പോവാടാ. അത് ഞങ്ങൾക്ക് അറിയാടാ. അതാണല്ലേ കുറെ നാളായിട്ട് നീ ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ നീ നടക്കണത്. പള്ളിപ്പുറത്ത് നീ സ്ഥലം മേടിച്ചത് ഞങ്ങൾക്ക് അറിയാം. ഓ സന്തോഷം, എല്ലാം അറിഞ്ഞല്ലോ. ഇനിയൊന്ന് പോയിത്താ, ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. ചെന്ന് കഴിക്ക് ബേബി. എന്റെ മകൻ ഇത്തിരി ചിക്കൻ കറി ചോദിച്ചപ്പോ നീ വടിയെടുത്തല്ലേ? അമ്മയില്ലാത്ത മകനാണ്. ഇവിടെ കിടന്നാ വളർന്നത്. നീയാ വളർത്തിയത്. കാശ് വന്നപ്പോ നീയും മാറി. ഞങ്ങളെ വീട്ടില് ഞങ്ങള് വെച്ച ചിക്കൻ കറി നിങ്ങളെ മകന് കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്റെ മകന് 2 കഷ്ണം കൊടുത്തിട്ട് നീ കഴിച്ചാ മതി. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പെണ്ണ് കെട്ടുന്നതിന് മുമ്പേ തൊറയില് പിച്ചാത്തി പുരുഷൻ എന്നാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. അറിയാല്ല, എന്നെ കൊണ്ട് ഇനി പിച്ചാത്തി എടുപ്പിക്കരുത്. അവര് കുറച്ച് കറി ചെക്കന് കൊടുത്തേക്ക്. പിച്ചാത്തി അവനില്ലടാ, ഉണ്ടടാ. വിട്ടുകൊടുക്കടാ. ഈ നാറി എന്നെ ചെയ്തെന്ന് കാണട്ടോ. തുങ്കലിന്നൊരു പുണ്യഭൂമി തീർത്ഥാടകക്കൊരു. അച്ഛൻ പെട്ടെന്ന് ഇടപെട്ട് നിങ്ങളെ കൊല നടക്കുവാണോ? ജോസഫെ, നീ അറ്റവും മുറിയില്ലാതെ പറഞ്ഞ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? അവരെയും പുരുഷനും തമ്മിൽ പൊരിഞ്ഞടി നടക്കണോ? അച്ഛൻ വേഗം വാ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലി, ഞാൻ ദേ വരാം. കർത്താവേ, പടി വാളി. ഇവന്മാരെന്നാ ഭാവിച്ചാ തുടങ്ങുന്നത് കർത്താവേ. കർത്താവേ, ഇപ്പൊ എന്റെ വലത്തെ കയ്യിലെ കമ്പി ഒടിഞ്ഞേനായിരുന്നു. അച്ചോ, എന്റെ മകൻ ഇച്ചിരി ചിക്കൻ കറി ചോദിച്ചിട്ട് ദൈവം കൊടുത്തില്ലച്ചോ. ബേബി എന്റെ മകനെ തല്ലുകയും ചെയ്തു. ഞാൻ തല്ലിയൊന്നുമില്ലച്ചോ, പേടിപ്പിക്കാൻ വേണ്ടി ഒരു വടി എടുത്തതാ. ജോസഫേ, നീ അകത്തൊന്നൊരു കസേര ഇച്ചിരി കുടിവെള്ളം എടുത്തുണ്ടോ? ശരി അച്ഛാ. ചാക്കോ, നീ എന്റെ സൈക്കിൾ എടുത്തിട്ട് ആ ശശിയപ്പന്റെ വർക്ക്ഷോപ്പിലൊന്ന് കൊടുത്തേക്കാച്ചോ. അച്ചോ, 2 ലക്ഷം ചിക്കൻ ഈ ചെക്കന് കൊടുത്തെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴുവൊന്നുമില്ലല്ലോ. അവിടെ വെള്ളമൊന്നും അവിടെ കാണുന്നില്ല. അധിക നേരം നിൽക്കരുമെന്നാണ് രാഘവൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവരെ നിന്നെ ഇപ്പൊ പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ. കാശുകാരനായപ്പോ അവൻ കർത്താവിനെയൊക്കെ മറന്നച്ചോ. നീ ഒന്ന് അടങ്ങാൻ്റെപ്പ, അവൻ പറയാനുള്ളത് പറയട്ടെ. ഞങ്ങൾ രണ്ടുപേരും നാളെ അങ്ങ് എത്തുവച്ചു.
നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? വല്ലപ്പോഴൊക്കെ പുള്ളിക്കാരനെ ഒന്നൊന്ന് കാണുക. എന്താണ് തപ്പണത്? എന്റെ കോഴിയെ രാവിലെ മുതൽ കാണാനില്ല. ഞാനിവിടെ ഇരിക്കുന്ന കാണുന്നില്ലേ? ഇവിടെ ഇങ്ങ് മാറ. അച്ഛാ, അച്ഛൻ ഇതിന് മധ്യസ്ഥം ഒന്നും വഹിക്കണ്ട. ഞാൻ ആ കറി അങ്ങ് എടുക്കാണ്. നിങ്ങളാണെന്നും ഞാൻ ഓർക്കില്ല. വാടാ മകനെ, കട്ടമുതല് നമ്മക്ക് വേണ്ട. നിനക്ക് കടയിൽ നിന്ന് ഞാനൊരു ബിരിയാണി മേടിച്ചു തരാം. ആൻ്റെപ്പാ വാടാ. മോനെ അപ്പു, പോവായിരുന്നു വെച്ചു. ആ കരയിൽ വിഷമം അത് ഞങ്ങളുടെ അപ്പുമോന് കൊടുക്കുമോ? അപ്പുമ്മ വന്ന് വിളിച്ചില്ലെങ്കിൽ നമ്മൾ പോയ നിശ്ചയ. കഴുത്തിന് മുട്ടക്കടവ. പണി സൈറ്റിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയപ്പം ഒന്ന് പതറി പോയടാ. വൈകാതെ വീടും അവര് കൊണ്ടുപോകും. നമുക്ക് നമ്മുടെ വീടുണ്ടടാ.